നമസ്കാരം. സ്റ്റാർബക്സിനെ പറ്റി കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ കോഫി ചെയിനാണ് സ്റ്റാർബക്സ്. ലോകത്തെമ്പാടുമായി 30,000-ഓളം ഔട്ട്ലെറ്റുകളും $100 ബില്യൺ വാല്യുവേഷനുമാണ് സ്റ്റാർബക്സിനുള്ളത്. എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. സ്റ്റാർബക്സിനെ ഇന്നത്തെ സ്റ്റാർബക്സ് ആക്കി മാറ്റിയ അതിന്റെ മുൻ ചെയർമാനും സിഇഒയുമായ ഹൊവാർഡ് ഷോൾസ് തന്റെ കോളേജ് പഠനകാലത്ത് നിത്യച്ചെലവിന് വേണ്ടി സ്വന്തം രക്തം പോലും വിൽക്കേണ്ടി വന്ന ആളാണെന്ന്. വളരെ ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ അമേരിക്കയിലെ ബ്രൂക്ലിനുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് ഒരു മിലിറ്ററി വെറ്ററൻ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പബ്ലിക് ഹൗസിംഗ് സൊസൈറ്റി പണിതു കൊടുത്ത ഒറ്റമുറി അപ്പാർട്ട്മെന്റിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. പല പല ജോലികൾ ചെയ്താണ് അദ്ദേഹത്തിന്റെ പിതാവ് ആ കുടുംബം നോക്കിയിരുന്നത്. തന്റെ ജോലിയുടെ ഭാഗമായി സാധനങ്ങൾ വിതരണം ചെയ്യാൻ പോയ ഹോവാർഡിന്റെ പിതാവ് ഐസിൽ തെറ്റി വീണ് കാലൊടിഞ്ഞ് കിടപ്പിലായി. കുറച്ചു നാൾക്ക് തന്നെ ആ കമ്പനി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇൻഷുറൻസ് പരീക്ഷയോ മറ്റു സേവിങ്സോ ഒന്നും ഇല്ലായിരുന്ന ഹൊവാർഡിന്റെ പിതാവ് ആ കിടക്കയിൽ കിടന്ന് നരകിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ട് വിഷമിച്ചു നിൽക്കാൻ മാത്രമേ ഹൊവാർഡിന് കഴിഞ്ഞിരുന്നുള്ളൂ. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നല്ലപോലെ ഫുട്ബോൾ കളിക്കുന്ന ആളായിരുന്നു ഹൊവാർഡ്. അങ്ങനെ ഒരു സ്കോളർഷിപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ ഫുട്ബോളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല ഹൊവാർഡിന്റെ മനസ്സിലുണ്ടായിരുന്നത്. തന്നെയും തന്റെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന പട്ടിണി മാറ്റണം, കുടുംബത്തെ നല്ലവണ്ണം നോക്കണം, ഇത് മാത്രമായിരുന്നു ഹൊവാർഡിന്റെ ആഗ്രഹം. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നിത്യച്ചെലവുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് തന്റെ രക്തം വിൽക്കേണ്ടി വന്നത്. കോളേജ് പഠനത്തിന് ശേഷം ഒരു കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് കയറി. ആ സമയത്ത് അവിടെ സ്റ്റാർബക്സ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അന്ന് കോഫി അവർ ഉണ്ടാക്കുന്നില്ല, കോഫി ബീൻസ് ആണ്, കാപ്പി അരി അല്ലെങ്കിൽ കോഫി ബീൻസ് ആയിരുന്നു അവർ വിറ്റുകൊണ്ടിരുന്നത്. അങ്ങനെ പലതവണ ആ കമ്പനിയിൽ ജോലിക്ക് കയറാൻ അദ്ദേഹം ശ്രമിച്ചു. 3 വർഷത്തിന് ശേഷമാണ് ആ കമ്പനിയിൽ അയാൾക്ക് ജോലി കിട്ടിയത്. പെട്ടെന്ന് തന്നെ നല്ല എംപ്ലോയി എന്ന നിലയിൽ അദ്ദേഹം പേരെടുത്തു. ഓണേഴ്സിന് അദ്ദേഹത്തെ വലിയ കാര്യവുമായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ അവർ ഇറ്റലിയിലേക്ക് അയച്ചു. ഇറ്റലിയിലത്തെ ഹൊവാർഡ് ഒരു കോഫി കുടിക്കാൻ ഷോപ്പിൽ കയറി. അദ്ദേഹം അമ്പരന്ന് പോയി. ഇതുവരെ അദ്ദേഹം കാണാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ കോഫി ഷോപ്പിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും പ്രത്യേക യൂണിഫോം, കോഫിക്ക് ഒരു പ്രത്യേക മിക്സ്, അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം അതിന്റെ ഓണർക്ക് വ്യക്തിപരമായി അറിയാം. അമേരിക്കയിലൊന്നും ഇതുവരെ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കോഫി ഷോപ്പ് അറ്റ്മോസ്ഫിയർ കണ്ടിരുന്നില്ല. തിരിച്ചു വന്ന് നാട്ടിലും ഇത് തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. തിരിച്ചു വന്ന ഹൊവാർഡ് തന്റെ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവർ കൺവിൻസ്ഡ് ആയില്ല. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഹൊവാർഡ് ആ കമ്പനിയിൽ നിന്നും രാജിവെച്ച് സ്വന്തമായ ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഏകദേശം 242ഓളം ആൾക്കാരെയാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അദ്ദേഹം കണ്ടത്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. Il Giornate എന്ന ബ്രാൻഡിൽ അദ്ദേഹം തന്റെ ആദ്യത്തെ കോഫി ഷോപ്പ് തുടങ്ങി. അത് മുന്നോട്ട് പൊക്കോട്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാർബക്സ് ബാങ്ക്രപ്റ്റ് ആയി അല്ലെങ്കിൽ പാപ്പറായ എന്ന വിവരം അദ്ദേഹം അറിയുന്നത്. അങ്ങനെ സ്റ്റാർബക്സിനെ അദ്ദേഹം ഏറ്റെടുക്കാനുണ്ടായത്. അങ്ങനെ തന്റെ സ്വന്തം റെസ്റ്റോറന്റിനെയും സ്റ്റാർബക്സ് എന്ന രീതിയിൽ അദ്ദേഹം റീബ്രാൻഡ് ചെയ്തു. പിന്നീടായിരുന്നു കോഫി ബീൻ മാത്രം വിറ്റിരുന്ന കമ്പനിയെ ഒരു വലിയ കോഫി ഷോപ്പാക്കി അദ്ദേഹം മാറ്റിയത്. അന്ന് വരെ അമേരിക്കയിൽ ആരും കാണാത്ത രീതിയിലുള്ള ഒരു കോഫി ഷോപ്പ് അറ്റ്മോസ്ഫിയർ ആണ് ഹൊവാർഡ് സ്റ്റാർബക്സിൽ ഉണ്ടാക്കിയെടുത്തത്. എംപ്ലോയീസിന് പ്രത്യേകം ഡ്രസ് കോഡുകൾ, സ്പെഷ്യൽ വെറൈറ്റി കോഫി, സ്നാക്സ്, ഇതെല്ലാം കൂടെ ചേർന്ന് അമേരിക്കക്കാരുടെ പ്രിയങ്കരായ ബ്രാൻഡായി സ്റ്റാർബക്സ് മാറി. പിന്നീട് സ്റ്റാർബക്സ് പടർന്ന് പന്തലിച്ചു. ലോകമെമ്പാടും 30,000-ഓളം ഔട്ട്ലെറ്റുകളുമായി സ്റ്റാർബക്സ് ഒരു ഭീമനായി വളർന്നു. സ്റ്റാർബക്സ് ലിസ്റ്റ് ചെയ്തു പബ്ലിക് കമ്പനിയായി മാറി. അങ്ങനെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറിയ സ്റ്റാർബക്സിന്റെ സിഇഒയും ചെയർമാനും ഒക്കെ ആയിരുന്നു ഹൊവാർഡ് ഷോൾസ്. ഇന്ന് സ്റ്റാർബക്സിന്റെ മേജർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് റോക്ക് പോലുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് ആണ്. പക്ഷേ ഇപ്പോഴും സ്റ്റാർബക്സിന്റെ സിംഗിൾ മേജർ ഷെയർ ഹോൾഡർ ഹൊവാർഡ് ഷോൾസ് ആണ്. വെറും കാപ്പിക്കുരു വിറ്റിരുന്ന ഒരു സ്ഥാപനത്തെ 30,000-ഓളം ഔട്ട്ലെറ്റുകളുള്ള $100 ബില്യൺ വാല്യുവേഷനുള്ള ഒരു കമ്പനിയാക്കി മാറ്റിയത് ഹൊവാർഡ് ഷോൾസിന്റെ നേതൃപാഠമാണ്. ഇപ്പോഴും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നത് തന്റെ ജീവിതത്തിന്റെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്നും എങ്ങനെ മുന്നോട്ട് വരണമെന്ന് താൻ കണ്ട സ്വപ്നമാണ് ഇവിടെ വരെ എത്തിച്ചതെന്നാണ്.